നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണ്ടിട്ട് മനസ്സിലായില്ലേ? താനെന്തിനാ ഈ പോസ്റ്ററിന്റെ മുകളിൽ തന്റെ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചത്? അതങ്ങനെയാണല്ലോ പതിവ്. മുകളിൽ ഒട്ടിക്കുക. അങ്ങനെ മുകളിൽ ഒട്ടിക്കണ്ട. മര്യാദക്ക് തന്റെ പോസ്റ്റർ എടുത്ത് മാറ്റ്. പോസ്റ്റർ മാറ്റാനോ? അത് ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? അത് മര്യാദക്ക് മാറ്റാനാ പറഞ്ഞത്. മാറ്റില്ലെങ്കിലേ എന്റെ സ്വഭാവം താൻ അറിയും. പിന്നെ എന്നാ ഒന്ന് അറിയണമല്ലോ. നീ ആരാടി? എന്നെ ഇടിപ്പോടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്ത് ചെയ്യും? തനിക്ക് അത്രയ്ക്ക് അഹങ്കാരോ? തന്നെ ഞാൻ കാണിച്ചു തരാം. നിക്കോടെ. എന്താ പ്രശ്നം? ഇവള് കാണിച്ചത് കണ്ടോ? എന്റെ സൈക്കിൾ ചവിട്ടി താഴെ ഇട്ടു. മുഖത്ത് പശ ഒഴിച്ചു. അതെ, സമ്മതിക്ക്. എന്റെ അച്ഛന്റെ പോസ്റ്ററിന്റെ മുകളില് വേറെ പോസ്റ്റർ ഒട്ടിച്ച എനിക്ക് ഭ്രാന്ത് വരും. അതാണ് പ്രശ്നം. ക്ഷമിക്കണം ചേട്ടാ. ഈ പോസ്റ്ററിലെ മുഖം കണ്ടില്ലേ? വർമ്മ സാറിന്റെ മോളെ ഇത്. സ്വന്തം അച്ഛന്റെ മുഖത്ത് പശ ഒട്ടിക്കുന്ന കണ്ട അത് ഏത് മകൾക്കാ സഹിക്കാൻ പറ്റുക? അപ്പൊ എനിക്കുണ്ടായ നഷ്ടോ? ഒക്കെ നമുക്ക് പരിഹരിക്കാം. ചേട്ടൻ ഒന്നിങ്ങ് വന്നേ. ചേട്ടാ ഒന്നും വിചാരിക്കില്ലേട്ടാ, കാര്യാക്കണ്ട. അതെങ്ങനെ ശരിയാവും? എന്റെ പോസ്റ്ററും ബക്കറ്റും ഒക്കെ അത് തൽക്കാലം ഇത് വെച്ചേക്ക്. ഇതൊന്നും ശരിയാവില്ല ചേട്ടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടാ. വാ ചേട്ടാ വന്നേ, വാ. എന്താ എടി, അതല്ലേ നിന്റെ ഹീറോ രാജു? അതേതാ ആ പെണ്ണ്? രാജു നിന്റെ കാമുകനാണെന്ന് പറഞ്ഞത് വെറുതെയാണല്ലേ? അവരെ കണ്ടാൽ അറിയാലോ അവര് രണ്ടുപേരും നല്ല അടുപ്പാണെന്ന്. അടുപ്പം എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. എന്റെ ബർത്ത്ഡേ ഒന്ന് വന്നോട്ടെ, അന്ന് എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കും. അന്ന് എന്റെ ഇഷ്ടം ഞാൻ രാജുവിനോട് തുറന്നു പറയും. പറയുക മാത്രമല്ല, രാജുവിനെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. നടക്കൂ? അതൊക്കെ നടക്കും. ഞാനാ പറയുന്നേ, നടന്നിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.